ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് മല്ലു സ്റ്റോറി വേൾഡ്. ജയദേവൻ എന്തു പറയണമെന്നറിയാതെ രാധികയെ തന്നെ നോക്കി. വരൂ ജയദേവ, നമുക്ക് റൂമിലേക്ക് ഇരിക്കാം. അവൾ അവനെ ബെഡ്റൂമിലേക്ക് വിളിച്ചു. അവൻ്റെ വിളർച്ച കണ്ട് അവൾ പുഞ്ചിരിച്ചു. ഇവിടെ വരുന്നവരെയെല്ലാം ഇവൾ ആദ്യം ഇങ്ങനെയായിരിക്കാം ക്ഷണിക്കുന്നത്. ജയദേവൻ യാന്ത്രികമായി അവൾക്ക് പിന്നാലെ അകത്തേക്ക് നടന്നു. ജയദേവൻ, ഈ സമയം മുതൽ നാളെ രാവിലെ വരെ നിങ്ങൾക്ക് സമയമുണ്ട്. നിങ്ങൾക്ക് എന്ത് താല്പര്യങ്ങളുണ്ടെങ്കിലും എന്നോട് തുറന്നു പറയാം. ഞാൻ എനിക്ക് കഴിയുന്ന രീതിയിൽ അത് നിങ്ങൾക്ക് നടത്തിത്തരാൻ ശ്രമിക്കും. നിങ്ങൾ തന്ന പണം ഒരിക്കലും നഷ്ടമായെന്ന് നിങ്ങൾക്ക് തോന്നാൻ ഇടവരില്ല. അവൾ ആത്മവിശ്വാസത്തോടെ ജയദേവൻ്റെ കൈകളിൽ പിടിച്ചു. അകത്ത് കയറിയ രാധിക ചെന്ന് ചെറിയ ശബ്ദത്തിൽ ഒരു പാട്ട് പ്ലേ ചെയ്തു. കെട്ടിവച്ചിരുന്ന അവളുടെ ചെമ്പൻ തലമുടി അവൾ ക്ലിപ്പിൽ നിന്നും അഴിച്ചെടുത്തു. ചെറിയ കാറ്റിൽ അവ ഭംഗിയായി പാറിപ്പറന്നു. AC-യുടെ കുളിരിലും ജയദേവൻ്റെ ശരീരമാകെ പൊള്ളൽ അനുഭവപ്പെട്ടു. രാധിക, നമുക്ക് ഈ മുറിയിൽ നിന്നും പുറത്തേക്ക് പോവാം. എനിക്കിവിടുന്ന് ശ്വാസം മുട്ടുന്നു. പുറത്ത് കായൽ തീരത്ത് നല്ല കാറ്റുണ്ടാവും, ജയദേവൻ അവളോടായി പറഞ്ഞു. രാധികയ്ക്ക് അത്ഭുതം തോന്നി. പുറത്ത് കായൽക്കരയിൽ തുറന്ന സ്ഥലത്തു വച്ച് ഇവൻ എന്താണ് ഉദ്ദേശിക്കുന്നത്? താൻ എന്താണ് പറയുന്നത് ജയദേവ? തുറന്ന സ്ഥലത്ത് വെച്ച് എങ്ങനെയാ നമ്മൾ? അവൾ ആ ചോദ്യം മുഴുവനാക്കിയില്ല. താൻ പേടിക്കേണ്ട രാധിക, നിന്നെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു കാര്യവും ഞാൻ ആവശ്യപ്പെടില്ല. എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. രാധിക ആശ്ചര്യത്തോടെ ജയദേവനൊപ്പം പുറത്തേക്ക് നടന്നു. കായൽ തീരത്തെ പുൽത്തകിടിയിൽ അവർ രണ്ടുപേരും ഇരുന്നു. നേരിയ കാറ്റ് വന്ന് അവരെ രണ്ടുപേരെയും തലോടി കടന്നുപോയി. കായലോളങ്ങൾ നേർത്ത ചുവപ്പ് രാശിയിൽ ഇളകിക്കളിച്ചു. രാധിക മനോഹരമായ പുഞ്ചിരിയോടെ ജയദേവൻ്റെ മുഖത്തേക്ക് നോക്കി. ഇവൻ തീർത്തും മറ്റു പുരുഷന്മാരിൽ നിന്നെല്ലാം വ്യത്യസ്തനാണെന്ന് അവൾക്ക് തോന്നി. രാധിക, താൻ എന്താ ഓർക്കുന്നത്? ജയദേവൻ അവളോടായി ചോദിച്ചു. ഒന്നുമില്ല സർ, ഞാൻ നിങ്ങളെക്കുറിച്ച് ഓർക്കായിരുന്നു. ഇത്രകാലവും ഞാൻ കണ്ട ആളുകളിൽ നിന്നും വ്യത്യസ്തനാണ് നിങ്ങൾ. എന്നെ കാണാൻ വരുന്ന ഏതൊരു പുരുഷനും എൻ്റെ മുറിക്കകത്തെ കട്ടിലും അതിലെ ശരീരവുമാണ് ആവശ്യം. എൻ്റെ ചൂടും AC-യുടെ തണുപ്പും അവർ നേരം പുലരുവോളം ഉറങ്ങാതെ ആസ്വദിക്കും. ഒരിക്കൽ പോലും അവർക്കാർക്കും എന്നോട് സംസാരിക്കാൻ ഒന്നും ഉണ്ടാവാറില്ല. അവരുടെ ശരീരത്തിൻ്റെ ആവശ്യങ്ങളെല്ലാം നടത്താനുള്ള ഒരു സ്ഥലമായിട്ടാണ് അവരെന്നെ കാണുന്നത്. ഞാനൊരു ജീവനുള്ള ജീവിയാണെന്ന പരിഗണന പോലും കാണിക്കാതെ അങ്ങനെയുള്ള ആളുകളിലൂടെ പോലും ഞാൻ കടന്നു പോയിട്ടുണ്ട്. അവളുടെ വാക്കുകളത്രയും ജയദേവൻ ശ്രദ്ധയോടെ കേട്ടിരുന്നു. ജയദേവ, താൻ എന്തിനാണ് എന്നെ കാണാൻ വന്നത്? അത് കേൾക്കാൻ എനിക്ക് ആകാംക്ഷയുണ്ട്. അയാൾ ആ സുന്ദരിയായ യുവതിയോട് ഒന്ന് പുഞ്ചിരിച്ചു. ഈ കഥയുടെ ഈ ഭാഗം ഇവിടെ നിർത്തേണ്ടി വന്നിരിക്കുകയാണ്. കഥയുടെ പാർട്ട് ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക.